നിഖിലേഷ്, വിഷ്ണു, ശരൺ, സുമിത്, മനീഷ്, ആരോമൽ, മിഥുൻ, അഖിൽ. പത്തനംതിട്ട പെരുന്നാട് മടത്തമൂഴയിൽ CITU പ്രവർത്തകൻ ജിതിൻ കുത്തേറ്റു മരിച്ച സംഭവത്തിൽ 8 പ്രതികളും പോലീസ് പിടിയിൽ. ജിതിനെ കുത്തിക്കൊന്ന വിഷ്ണു, കൂട്ടാളികൾ എന്നിവരെ നൂറിനാട് നിന്നും പോലീസ് പിടികൂടി. സംഘം സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും ആയുധം കണ്ടെടുത്തു. പ്രതി വിഷ്ണു കാറിൽ നിന്നും കത്തിയെടുത്ത് ജിതിനെ കുത്തുകയായിരുന്നുവെന്ന് FIR-ൽ പറയുന്നു. മറ്റ് പ്രതികൾ ജിതിനെ പിടിച്ചു നിർത്തി. പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. ഞായറാഴ്ച രാത്രി 11 മണിയോടെ 2 പേർ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴാണ് വിവരമറിഞ്ഞതെന്ന് ജിതിന്റെ അച്ഛൻ പറഞ്ഞു. സംഭവം അറിഞ്ഞത് രാത്രി 11 മണിക്ക്. വീട്ടിൽ നിന്ന് ജിതിൻ പോകുന്നത് 1 മണിക്ക്, പകൽ 1 മണിക്ക്. പത്തനംതിട്ടയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് പോകാത് പകൽ 3 മണിക്ക് വിളിച്ചിരുന്നു. അവൻ്റെ കൂട്ടുകാരൻ വരും, 7000 രൂപ പേഴ്സിനെടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് പൈസ ആൾ വന്ന് കൂട്ടുകാരൻ വന്ന് മേടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി 11 മണിക്ക് 2 പേര് വന്ന് എന്നോട് ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർത്തി. ഇതുപോലെ ജിതിന് ആക്സിഡൻ്റ് ഉണ്ടായി, ഇതുപോലെ ഒരാൾ പറഞ്ഞ് മരണപ്പെട്ടത്. അത്തരം വിവരം എന്തോ കാര്യം സംഭവിച്ചതൊന്നും അറിയത്തില്ല. അവിടെ നമ്മുടെ പെരുന്നാട് കൂനങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളെ ആക്രമിച്ചെന്ന് പറയുന്നു. അവരെയൊന്നും എനിക്കറിയത്തില്ല. പ്രതികൾ RSS BJP പ്രവർത്തകരെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ആരോപിച്ചു. ഇവർ രാഷ്ട്രീയ കൊലപാതകമായതുകൊണ്ടാണല്ലോ ഇവർ പ്ലാൻ ചെയ്ത് ഇവരുടെ കയ്യിൽ വാളും ആയുധങ്ങളും എല്ലാം ഉണ്ടായിരുന്നല്ലോ. സ്വാഭാവികമായി തന്നെ ഇവർ അവിടെ കൊലപാതകം നടത്താൻ തന്നെ വന്നതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് 36 വയസ്സുള്ള ജിതിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അയാൾക്ക് ഇത് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. അവിടെ ചെറുപ്പക്കാരനെയാണ് കൊലപ്പെടുത്തിയത്. ഒരു കാരണവശാലും ഇത് നമുക്ക് അനുവദിക്കാൻ കഴിയുന്നതല്ല. അതിശക്തമായ പ്രതികരണം ഇതിനെതിരായി നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇതിൻ്റെ പ്രധാന പ്രവർത്തകരെല്ലാം ഇപ്പം RSSകാരാണ്. RSS എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പരിശീലനം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുകയാണ്. അവൻ്റെ മാനസികാവസ്ഥ അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. പോലീസ് അന്വേഷിക്കട്ടെ. കൊലപാതകം BJPയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് CPIM നേതൃത്വത്തിൻ്റെതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് BA സൂരജ് പറഞ്ഞു. ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ മരിച്ചതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. CPM ജില്ലാ സെക്രട്ടറി ശ്രീ രാജു എബ്രഹാം സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മകളിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ സംഭവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു പാർട്ടി പ്രവർത്തകനും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. വെറുതെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുകളിൽ ഇത് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ട ജിതിൻ തടി തൊഴിലാളിയായിരുന്നു. CITU ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ അംഗം കൂടിയായിരുന്നു ജിതിൻ. മടത്തമൂഴയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടാകാനുള്ള യഥാർത്ഥ സാഹചര്യം എന്തായിരുന്നുവെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.